നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. ന്യൂമറോളജിസ്റ്റ്, പ്രോണോളജി, വാസ്തു കൺസൾട്ടേഷൻ, ഫെങ്ഷുയി, ശരനൂൽ ശാസ്ത്രം, ടാരോട്ട്, ഇങ്ങനെയുള്ള ഓക്കൾട്ട് സയൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്നലകളിൽ വരെയും നമ്മൾ ന്യൂമറോളജി അല്ലെങ്കിൽ പ്രോണോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിരുന്നത്. അത് ഒട്ടുമിക്കവർക്കും വളരെയേറെ പ്രയോജനം ലഭിക്കുന്നുണ്ട് പഠിക്കുന്നവർക്ക്. നമ്മൾക്ക് അതിനോടൊപ്പം തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, വാസ്തു സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കുമോ? വാസ്തുവിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. വാസ്തുവിൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ വളരെയേറെ ഗുണം ചെയ്യുന്നതായിട്ടും അനുഭവത്തിലൂടെ കാണുന്നു. പിന്നെ വിശ്വാസമില്ലാത്തവരിതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇഷ്ടമില്ലാത്തവരെ വീട്ടിൽ കയറ്റിയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ഇറിറ്റേഷനായിരിക്കും എന്നതുപോലെയാണ് വാസ്തുവൊന്നും വിശ്വാസമില്ലാത്തവർ ആ പരിപാടിക്ക് പോവുകയും ചെയ്യരുത്. നമ്മൾക്ക് ഈ പേരും പെരുമയും പ്രശസ്തിയും സാമ്പത്തികമൊക്കെ ലഭിക്കാനായിട്ട് പ്രാർത്ഥന മാത്രം പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പിന്നെ പൊതുവെ പ്രാർത്ഥിക്കാറില്ല. സത്യമായ കാര്യമാണ്. പ്രാർത്ഥിക്കാതെ മറ്റൊരു രീതിയല്ലേ? നന്ദി രേഖപ്പെടുത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മികച്ച ആരോഗ്യത്തിന് നന്ദി. ഇന്നത്തെ പ്രഭാതം കാണുവാൻ സാധിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന ദേവതയോട് നന്ദിയാണ് പറയുക. എന്തിനും. ഒരിക്കലും എനിക്ക് അത് തരാമോ ഇത് തരാമോ എന്ന് ചോദിക്കാറില്ല. ഇനി ഒരു അനുഭവം പറയാം. ഒരു 3-4 വർഷം മുൻപ് ഏകദേശം എൻ്റെ സുഹൃത്തിനോടൊപ്പം ദുബൈയിൽ കരാമ എന്ന് പറയും, അവിടെ ഒരു മൊബൈൽ ഷോപ്പിൽ പോയി. എൻ്റെ സുഹൃത്തിന് മൊബൈൽ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ആ ഷോപ്പിൽ പോയിട്ടില്ല, സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്നപ്പം ആ ഷോപ്പ് ഡീലറും എൻ്റെ സുഹൃത്തുമായിട്ട് മുൻപേ പരിചയമുള്ളവരാണ്. കടക്കാരൻ ചോദിച്ചു, ഇതാരാ പുതിയ സുഹൃത്ത്? അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യുന്നു? അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, പുള്ളിക്കാരൻ ന്യൂമറോളജിസ്റ്റാണ്, വാസ്തുവൊക്കെ നോക്കും, ഈ ഫെങ്ഷുയുടെ ആളാണ്. പുള്ളി ചോദിച്ചാൽ, ഓ ഫെങ്ഷുയുടെ ആളാണോ? അതെ. എൻ്റെ പൊന്നെ, പുള്ളി വിളിച്ചതാണ്, കായംകുളംകാരനാണ്. അത് മഹാ തട്ടിപ്പാണ്, അദ്ദേഹം പറഞ്ഞതാണ്, മഹാ തട്ടിപ്പാണ്. ശരി, എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. ഏകദേശം 1.25 ലക്ഷം രൂപയോളം കൊടുത്ത്, അതായത് ഇവിടുത്തെ 6,000 രൂപ അടുത്ത്, 6,000 ഇല്ല 7,000 ദീർഘത്തോളം കൊടുത്ത് അവിടെ ഫെങ്ഷുയുടെ പല പല ഐറ്റംസ് മേടിച്ച് വെച്ചിരുന്നു. അത് ഏറെ നാളായിട്ടും വർക്കായില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിതാണ്, എൻ്റെ വാക്കല്ല. അവസാനം ആ സാമാനമെല്ലാം എടുത്ത് എറിഞ്ഞെന്നാണ് പറഞ്ഞത്, എടുത്ത് കളഞ്ഞെന്നാണ്. സാധനം എന്നല്ല പറഞ്ഞാൽ, അത്ര കണ്ട് പുള്ളി ഫെങ്ഷുയോട് വെറുപ്പായിപ്പോയി. കാരണം 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ. അതുകൊണ്ട് ആ പരിപാടിക്ക് ഞാൻ ഇല്ല ഇങ്ങനെയാണ് കാണിച്ചത്. ഞാൻ പറഞ്ഞു, ഇത് പറയാൻ വേണ്ടിയിട്ടല്ലോ താങ്കളുടെ അടുത്ത് വന്നത്, എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ മേടിക്കാൻ വന്നതല്ലേ, ഇതൊന്നും ഞാൻ വിളിച്ച് പറഞ്ഞ് നടക്കാറില്ലല്ലോ. ഇവിടെ പറഞ്ഞു, അതല്ല സാറേ, എനിക്കൊരു അനുഭവമാണ്, 1.5 ലക്ഷം രൂപയൊക്കെ പോയില്ലേ. ശരി, അപ്പോൾ താങ്കൾ എന്തൊക്കെയാണ് മേടിച്ച് വെച്ചിരുന്നത്? അപ്പോൾ ഓരോ ഐറ്റംസൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാരാണ്? താങ്കൾ എവിടെ നിന്ന് മേടിച്ചു? കടയിൽ നിന്ന് മേടിച്ചു. ഏതൊരു കടയിൽ ചെന്നപ്പം മേടിച്ചതാണ്. ശരി, അത് പ്രോഗ്രാം ചെയ്തിട്ടാണോ വെച്ചത്? പ്രോഗ്രാം ചെയ്യൂ. അതെ, പ്രോഗ്രാം ചെയ്തിട്ടാണോ വെച്ചത്? അതെന്താ ഈ പ്രോഗ്രാം ചെയ്യുന്നത്? അതൊക്കെ അതല്ലേ, ഈ തവളയല്ലേ, അതല്ലേ തവളയും ഈ ലാഫിംഗ് ബുദ്ധി അങ്ങനെയുള്ള ചില ഐറ്റംസൊക്കെയാണ്. അദ്ദേഹത്തിന് പ്രോഗ്രാം ചെയ്തതിനെ പറ്റി അറിയില്ല. ആട്ടെ, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇവിടെ നിന്ന് നല്ല വില കൂടിയ ഒരു മൊബൈൽ ഫോൺ മേടിക്കും, പുതിയതാണ്. ഇദ്ദേഹം അത് ചാർജ് ചെയ്തിട്ടേ ഉള്ളോ പിന്നെ ഉപയോഗിക്കുള്ളൂ? അതോ ഇവിടുന്ന് കൊണ്ടുപോകുന്ന വഴിക്കാൻ ഉപയോഗിക്കുമോ? ഇല്ല, ഏത് മൊബൈൽ ഫോണാണെങ്കിലും ചാർജ് ചെയ്തിട്ട് ഇത്ര മണിക്കൂർ ചാർജ് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വർക്കാകത്തില്ല. അതുപോലെയാണ് ഈ ഗാഡ്ഗറ്റ്സ്. ഫെങ്ഷുയുടെ എന്ത് ഐറ്റം മേടിച്ചാലും ശരി, കടയിൽ കാണും, ഓൺലൈനിൽ കിട്ടും, പക്ഷെ അതൊക്കെ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവൂ. ഞാനിത് കൊടുക്കുന്നു, വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായ രീതിയിൽ പഠിച്ച രീതി അനുസരിച്ചുകൊണ്ട് 4 പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിംഗ്, ഇനി മലയാളിയായ ആൾക്കാരുടെ ശുദ്ധമായ ഭാഷയിൽ പൂജ എന്നും പറയാൻ പറ്റും. പൂജ മാത്രമല്ല, കാരണം ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ഏറ്റവും മിനിമം ഒരു 15 പേരുടെ കയ്യിലെങ്കിലും ചെന്നിട്ടേ നമ്മുടെ കയ്യിലേക്ക് ഐറ്റം കിട്ടുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഫാക്ടറിയിൽ അല്ലേ ജോലി ഉണ്ടാക്കുന്നത്,
ആ ഫാക്ടറിയിൽ എത്രയോ വർക്കേഴ്സുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടിങ്, ആ ഡെലിവറി ബോയ്, എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ആൾക്കാരും അത് പോസിറ്റീവ് തോട്ട്സ് ഉള്ളവരായിരിക്കില്ല. അവരുടെ നെഗറ്റീവ് തോട്ട്സും ആ നമ്മൾക്ക് തരുന്ന ഐറ്റംസിൽ കാണും. ഉദാഹരണം പറഞ്ഞാൽ, കാട്ടിൽ കിടക്കുന്ന കല്ലും തടിയും എടുത്ത് തച്ചൻ ദേവിയുടെയോ ദേവൻ്റെയോ വിഗ്രഹം നിർമ്മിച്ച ശേഷം പൂജാരി ഏൽപ്പിക്കും. പൂജാരി അവിടെ എന്താണ്, മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടാണ് അമ്പലങ്ങളിൽ വയ്ക്കുന്നത്. അതാണ് പിന്നീട് അമ്പലങ്ങളിൽ പൂജിക്കുക. അല്ലാതെ തച്ചൻ കൊടുത്തേ ഉടനെ വയ്ക്കുമോ? ഇല്ല. അപ്പം നിങ്ങളിൽ പല ആൾക്കാരും ഒരുപക്ഷെ ഓൺലൈനിലും അല്ലെങ്കിൽ കാണുന്ന കടയിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട, കണ്ണുകൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും വരുന്നത്. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പ്രോഗ്രാം ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ആരും ഒട്ട് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ആ കടക്കാരനും പറഞ്ഞു കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്, കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞു. ഇതെന്നാ വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓ, വ്യക്തമായിട്ട് ഓർമ്മയില്ല. അല്ല, താങ്കൾ ഷോപ്പ് കീപ്പറല്ലേ, അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ നോക്കില്ലേ? പുള്ളി പറഞ്ഞു, ഓ ശരി സാർ, 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു 4-5 മിനിറ്റ് കണ്ട് പുള്ളി ആ ഡേറ്റ് എടുത്തു. കാരണം ബില്ല് ഈ ഷോപ്പിലുള്ളവരെല്ലാം കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയിടുമല്ലോ, അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമല്ലോ, പേഴ്സണൽ എക്സ്പെൻഡിച്ചറൊക്കെ എഴുതുമല്ലോ, ആ P&L അക്കൗണ്ടും എല്ലാം എഴുതും. അപ്പോൾ ഡേറ്റ് കാണിച്ചു, ആ ഡേറ്റ് നെഗറ്റീവാണ്. ഞാൻ ചോദിച്ചു ഏത് മാസമായിരുന്നു ചോദിച്ചു, മേടിച്ച് വർഷം പറഞ്ഞു, മാസം പറഞ്ഞു. ആ മാസത്തിൽ ഇന്ന ഡേറ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഡേറ്റ് ആണ്. കറക്റ്റായിട്ട് നെഗറ്റീവ് ഡേറ്റ് ആയിരുന്നു. നിങ്ങളിൽ ഇത് എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ട, നെഗറ്റീവ് ഡേയ്സ് ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെറുതെ വയ്ക്കരുത്. നിങ്ങളുടെ നെഗറ്റീവ് ഡേയിലാണെങ്കിൽ വർക്കാകത്തില്ല. ഓരോ വർഷവും ജനിച്ച ആൾക്കാർക്ക് വേണ്ടി ഓരോരോ അനിമൽ ഉള്ളതായിട്ടാണ് സങ്കല്പിക്കുന്നതും പ്രാക്ടിക്കലായിട്ടും ചെയ്യുന്നത്. ബിസിനസ്സുകാരൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ UAE എത്രയോ വലിയ വലിയ വൻകിട കച്ചവടക്കാർ ലക്ഷങ്ങൾ മുടക്കി ഇതൊക്കെ അവരുടെ ഓഫീസൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരൻ്റെ നോട്ടത്തിൽ ഡെക്കറേഷൻ എന്നേ പറയുള്ളൂ, അലങ്കാരമല്ല, റിസൾട്ട് വരുന്നതാണ്. ഇപ്പോൾ എൻ്റെ റൂമിൽ ഓരോരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുന്നവർ നോക്കാറുണ്ട്, അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ജനിച്ച വർഷം വെച്ച് നോക്കുമ്പോൾ, നിങ്ങൾ ജനിച്ചത് 1960, 72, 84, 96, 2008, 2020 ജനിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗാഡ്ഗറ്റാണ്, ടൂളാണ് ഇത്. പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്, 2-3 പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇത് എലിയാണ്, റാറ്റ്. ഇത് ഒരെണ്ണം കരുതുന്നത് എപ്പോഴും നല്ലതാണ്. മേടിച്ചാൽ പോരാ, പ്രോഗ്രാം ചെയ്തിട്ടേ വയ്ക്കാവൂ, നല്ല ഡേറ്റ് നോക്കിയേ വയ്ക്കാവൂ. ഒന്ന് റാറ്റ്. എന്നാൽ 1960 കാര്യമാണ് പറഞ്ഞത്. പിറ്റേ വർഷം 61 ജനിച്ചവരാണെങ്കിൽ 61, 1973, 1985, 1997, 2009, 2021 ജനിച്ച കൊച്ചു കുട്ടികളാണെങ്കിലും അവർക്ക് പറ്റുന്ന ഗാഡ്ഗറ്റാണ് ഇത്. ഓക്സ്, കാള. ഈ ഷെയർ മാർക്കറ്റിൽ കാണത്തില്ലേ, ഇത് ബുള്ളിയർ, ഇത് ഏറ്റവും നല്ലതാണ്. ഇതും പ്രോഗ്രാം ചെയ്തിട്ട് വയ്ക്കാവുള്ളൂ, നല്ല ഡേറ്റ് നോക്കിയേ മേടിക്കാവൂ, നല്ല ഡേറ്റ് നോക്കിയേ നമ്മളത് വേണ്ട രീതിയിൽ പ്രോസസ്സിങ് ചെയ്യാവുള്ളൂ, കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. ഇതിനൊക്കെ അനുബന്ധമായ ചില മന്ത്രങ്ങൾ ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് പവർ കിട്ടും. മന്ത്രങ്ങൾക്ക് അത്ര ശക്തിയുണ്ട്. ഇപ്പം ദേവാലയത്തിൽ കാണത്തില്ലേ, നമ്മൾ വിശ്വസിക്കുന്ന രീതിയാണ് പറഞ്ഞത് കേട്ടോ. ദേവാലയങ്ങളിൽ എന്താ, പൂജാരി ആ വിഗ്രഹം എടുത്ത് എന്താ ചെയ്യുന്നത്, മന്ത്രം ജപിച്ചാണ് ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ ഇത് ലൈഫ് ലോങ് ആണ്, ജീവിതകാലം മൊത്തത്തിലുള്ള സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 30 വയസ്സായെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ 40 വയസ്സായിക്കോട്ടെ, ഒരു 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത 30 ഇയേഴ്സിലേക്കുള്ള സാധനമാണിത്. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ നന്നായിരിക്കും. ഓക്സ്. പിറ്റേ വർഷം ടൈഗറാണ്. ടൈഗർ ഇയറിൽ 1962, 1974, 1986, 1998, 2010, 2022 വർഷങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ഇത് ടൈഗർ. ഇതിനൊക്കെ പ്രത്യേക മന്ത്രമുണ്ട്. എല്ലാവരും കാണാൻ ഭംഗിയുള്ളതിൻ്റെ പേരിൽ എല്ലാവരും കൊണ്ട് ടൈഗറിനെ ഒന്നും വീട്ടിൽ വെക്കരുത്. ചില വീടുകളിൽ വാസ്തു കാണാൻ വേണ്ടി പോകുമ്പോൾ ടൈഗറിൻ്റെ വലിയ ഫോട്ടോസൊക്കെ കാണാം, വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ദമ്പതികളുള്ളവരാണ് നമ്മളെ വാസ്തു കാണാൻ വിളിക്കുന്നത്, അവർ അടിപിടിയായിരിക്കും. ടൈഗറിനെ ഒന്നും എല്ലാ വീട്ടിലും വെക്കരുത്. ആ പർട്ടിക്കുലർ ഇയറിൽ ജനിച്ചവർ മാത്രമേ വീട്ടിൽ വെക്കാവുള്ളൂ.
ഇനി ഗ്രഹനാഥനോ ഗ്രഹനാഥയോ അല്ലെങ്കിൽ വേണ്ട മക്കളായാലും ശരി ആ ഇയറിൽ ജനിച്ചാൽ അവരുടെ മുറിക്കകത്ത് വെക്കാം, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റും. പിറ്റേ വർഷം റാബിറ്റ് ഇയറാണ്. 1963, 1975, 1987, 1999, 2011, 2023 ജനിച്ച ആൾക്കാർ റാബിറ്റ്. ഇതാണ് റാബിറ്റ്. ഇതും പ്രോഗ്രാം ചെയ്ത് പ്രത്യേകമായ ചില മന്ത്രങ്ങളൊക്കെ, എല്ലാവർക്കും ഒരേ മന്ത്രമല്ല. റാബിറ്റ് ഇപ്പോൾ ഞാൻ പല ആൾക്കാർക്കും കൊടുക്കാറുണ്ട്. അവർ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കണക്ക് കൂട്ടിക്കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിനെ എനർജൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ജപിക്കേണ്ടത്. റാബിറ്റ് ഇത് ആർക്കും ഉപയോഗിക്കാം, കൊച്ചു കുട്ടികൾക്കും. എന്നാൽ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ വിജയിക്കണം, സമ്പത്ത് നേടണം, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോകണം, വിദേശത്ത് പോയി എന്തെങ്കിലും നിങ്ങളുടെ വിഷ് ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റാബിറ്റേ മേടിക്കാവൂ, കൊടുക്കാവൂ. ഇത് കണ്ടോ, ഇത് വേറെ റാബിറ്റാണ്, ഇത് വേറെ. ഇത് രണ്ടും സെയിമാണ്, പക്ഷേ രണ്ടിനും രണ്ട് പർപ്പസാണ്. ഇത് ഫോർ ബിസിനസ് പേഴ്സൺസ്, അല്ലെങ്കിൽ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. കൂടുതലായിട്ട് ചില ആൾക്കാർക്ക് ഭർത്താവ് കൊണ്ടിരുന്ന പൈസ കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് ധരിക്കുന്ന സ്ത്രീകളുണ്ടാവും. ചില ഭർത്താക്കന്മാരോ ബാങ്കിൽ കിടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ മതി, തീണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടിച്ച് ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്കുള്ളതല്ല. മോഹങ്ങൾ കൂടുതലായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗൺ ഇയർ എന്ന് പറഞ്ഞാൽ 1964, 1976, 1988, 2000, 2012 ആൻഡ് 2024 ജനിച്ച ആൾക്കാർക്ക് ഇത് ഡ്രാഗൺ. ഫോട്ടോ എടുത്ത് വെക്കാനുള്ള എഡിറ്റ് സൗകര്യമൊന്നും എനിക്കില്ല, ഇത് മൊബൈലിലാണ് ഇത് ചെയ്യുന്നത്. ഡ്രാഗൺ ഇങ്ങനെയുള്ള ഡ്രാഗണുണ്ട്. പിന്നെ മറ്റൊരു ഡ്രാഗണുണ്ട്, ഇത് വേറെ ഡ്രാഗൺ. രണ്ടിനും സെപ്പറേറ്റ് കണ്ടോ, അതിന് കാണുമ്പോൾ ഡ്രാഗൺ എന്ന് പറയും, പക്ഷേ ഇത് കണ്ടോ തല പൊക്കി വെച്ചിരിക്കുകയാണ് ഈ ഡ്രാഗൺ. ഇതോ വേറെ രീതിയിലാണ്. രണ്ടിനും രണ്ട് പർപ്പസാണ്. പിന്നെ മറ്റൊന്നാണ് സ്നേക്ക് ഇയറിൽ ജനിച്ചവർ 1965, 1977, 1989, 2001, 2013 ജനിച്ചവർക്ക് നിങ്ങൾക്ക് വാഹനമുണ്ടെങ്കിൽ ഇത് കീ ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കീ ചെയിൻ ഇത് സ്നേക്ക് ഇയറിൽ ഇതൊക്കെ കയ്യിൽ ധരിച്ചു കഴിഞ്ഞാൽ, അല്ല മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ വർദ്ധിക്കും. ഇത് മറ്റൊന്നാണ്, കണ്ടാൽ തന്നെ ഒരു പേടി വരുമായിരിക്കും ചില ആൾക്കാർക്ക്. കോബ്ര. ഇനി അതിലും ഏറ്റവും പവർഫുള്ളാണ്. ഇതൊക്കെ ശരിക്കും ബിസിനസ്സുകാർക്കുള്ളതാണ്. ഇതല്ല, ഇത് കോബ്ര ശരിക്കും. ഇതൊക്കെ നമ്മുടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് ഇയറിൽ ജനിച്ചവർക്ക് വളരെ ഗുണം ചെയ്യും. ഇത് എല്ലാ ആൾക്കാർക്കും പറ്റത്തുമില്ല. ഇനി അടുത്തതായി ഹോഴ്സ് ഇയറിൽ ജനിച്ച ആൾക്കാർക്ക്. ഇതാണ് ഹോഴ്സ് ഇയറിൽ. HP എന്ന് കേട്ടില്ലേ, ഹോഴ്സ് പവർ. ഏത് വണ്ടിക്കായാലും ശരി, ലയണിൻ്റെ പവറോ ഇലഫൻറ്റിൻ്റെ പവറോ ഒന്നുമല്ല പറയുന്നത്, ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഈ ഹോഴ്സ് പവർ അത് അത്ര ശക്തിയാണ് കാണിക്കുന്നത് ഹോഴ്സ്. നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ടെർമിനേഷന് സാധ്യതയുണ്ട്. വേണമെങ്കിൽ എംപ്ലോയർ വേണം പിരിച്ചുവിടാം, ടെർമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ഒരു സീറ്റേ കാണുകയുള്ളായിരിക്കും. അവിടെ അതേ രീതിയിൽ കോമ്പറ്റ് ചെയ്യാനായിട്ട് വേറെ 2-3 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ഇതൊക്കെ വളരെ റിസൾട്ട് കിട്ടുന്നതാണ്. 100% ഗ്യാരണ്ടിയുള്ള സാധനമാണ് ഇതൊക്കെ. ഇനി മങ്കി. പിന്നെ റൂസ്റ്റർ ഇയറിൽ ജനിച്ച ആൾക്കാർ 1961, 1981, 1993, 2005, 2017 ജനിച്ചവർ. ഇത് റൂസ്റ്റർ ഇയറിൽ ജനിച്ചവർ. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം കിട്ടും. ഇത് റൂസ്റ്റർ. ഇത് ആർക്കും വെക്കാം, കൊച്ചു കുട്ടികൾക്ക് പോലും വെക്കാം, ആ ഇയറിൽ ജനിച്ചവർ. എന്നാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മോഹമുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ ലെവലിലും ഒന്ന് ഫ്ലറിഷ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് ഈ റൂസ്റ്ററാണ് വേണ്ടത്. മറ്റേ റൂസ്റ്റർ കണ്ടില്ല, ഇത് ആർക്കും ഉപയോഗിക്കുന്നതാണ്. ഇത് ബിസിനസ്സുകാർക്കും പ്രൊമോഷൻ കിട്ടണം,
കൂടുതൽ സമ്പത്ത് നേടണം എന്നൊക്കെയുള്ള ആൾക്കാർക്കാണ് ഇത്, ഈ റൂസ്റ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ ഡോഗ് ഇയറിൽ ജനിച്ച ആൾക്കാർ 1982, 1994, 2006, 2018 ജനിച്ച ആൾക്കാർ. ഇതാണ് ഡോഗ്. ഇതിനൊക്കെ പ്രത്യേകമായ ഭൈരവൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ആൾക്കാർക്ക്. എനർജൈസ് ചെയ്തിട്ട് അവരെ മന്ത്രം പഠിപ്പിക്കും. അതൊക്കെ ചെയ്താൽ റിസൾട്ട് വന്നിരിക്കും. ഇത് കണ്ടോ, സിറ്റിംഗ് ഡോഗ്. ഇനി അടുത്തതായിട്ടുണ്ട്. രണ്ടിനും രണ്ട് പർപ്പസാണ്. പറയുമ്പം ഡോഗ് എന്ന് പറയും. അത് ജനിച്ച ഡേറ്റും മാസവും വർഷവും കണക്ക് കൂട്ടി ആ വ്യക്തികളുടെ ആഗ്രഹം എന്താണോ അതിൻ്റെ അനുസരിച്ച് കൊണ്ടാണ് ഇതിലേത് അവർക്ക് നൽകണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. കടയിൽ ചെന്നാൽ അവർക്കറിയത്തില്ല, അവരെ നമുക്ക് ഷോയ്ക്ക് ഏതെങ്കിലും എടുത്തുകൊണ്ട് പോരാം. അതങ്ങനെയല്ല. ഇനി മറ്റൊന്ന്, ഡോഗ് കഴിഞ്ഞാൽ പിന്നെ പിഗ് ഇയറിലാണ്. 1971, 1983, 1995, 2007, 2019 ജനിച്ചവർക്ക് പിഗ് ഇയറാണ്. അതിൻ്റെ ഫോട്ടോയാണ് അങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഇവിടെയുണ്ട്, ഇവിടെ വരുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗാഡ്ഗറ്റ്സ് മേടിച്ച് എനർജൈസ് ചെയ്ത് നിങ്ങൾ ഡെയിലി ബോഡിയിൽ വെച്ച്, ബോഡി മീൻസ് കയ്യിൽ വെച്ചുകൊണ്ട് റേക്കി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അധികം താമസിക്കാതെ കിട്ടിയിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.